സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ കുറച്ച് നാളായി നമ്മൾ സുഡിയോയിലൊക്കെ പോയിട്ട്. അങ്ങനെ ഞാൻ ഇന്നലെ സുഡിയോയിൽ പോയിട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് വിന്റർ കളക്ഷൻസ് വരുന്ന ഒരു സമയമാണ്. എനിക്ക് തോന്നുന്നു 2 വർഷം മുമ്പത്തെ സുഡിയോയിൽ പോയിട്ട് കുറേ വിന്റർ കളക്ഷൻ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ചോദിക്കണ്ടായി, നമ്മുടെ നാട്ടിൽ വിന്റർ കളക്ഷൻ കൊണ്ടുവന്നിട്ട് എന്താണ് കാര്യം? കാരണം നമുക്ക് ഇടാൻ അവസരമില്ലല്ലോ. നമുക്ക് ചൂട് അല്ലെങ്കിൽ കൊടും ചൂട് ഈ ഒരു കാലാവസ്ഥയല്ലേ നമുക്കുള്ളൂ, അല്ലെങ്കിൽ മഴ. അപ്പോൾ കുറേ കമന്റ്സ് ഉണ്ടായിരുന്നു, ചേച്ചി അങ്ങനെയല്ലല്ലോ, പുറത്ത് പോകുന്നവർക്ക് ഇടാലോ, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലും അതല്ല തണുപ്പ് സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു സാധനം ആലോചിച്ചത്. അപ്പോൾ എനിക്ക് ഇത്തവണ മാത്രമല്ല, കഴിഞ്ഞ തവണ പോയപ്പോഴാണെങ്കിലൊക്കെ വിന്റർ കളക്ഷൻ കണ്ടപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളത് തോന്നിയിട്ടോ. കാരണം വില നല്ല അഫോർഡബിൾ ആണ്. എസ്പെഷ്യലി നമ്മൾ വിന്റർ കളക്ഷൻ വേറെ സ്ഥലങ്ങളിലൊക്കെ പോയി എടുക്കുമ്പോൾ, വെസ്റ്റ് സൈഡിനാണെങ്കിലും ടെക്കത്തലനാണെങ്കിലും ഒക്കെ നമ്മൾ അങ്ങനെ പോയി എടുക്കുമ്പോൾ അത്യാവശ്യം വിലയുണ്ട്. ഇത്തവണ ഒന്നും കൂടി നല്ല കളക്ഷൻ ഉള്ളത് പോലെ തോന്നിയിട്ടോ. ഹൂഡീസ് ആണെങ്കിലും ശരി, നല്ല സ്വെറ്റ് ഷർട്ട്സ് ആണെങ്കിലും ശരി, സ്വെറ്റർ ടൈപ്പ് ഉള്ളതാണെങ്കിലും ശരി, ഇങ്ങനെ ഫർ പോലത്തെ മെറ്റീരിയൽ അങ്ങനത്തെ ഉള്ളതുണ്ട്. അങ്ങനത്തെ ഞാൻ പിന്നെ എടുത്തില്ല. കാരണം ഞാനതെങ്ങാനും ഇട്ട് ഏട്ടൻ്റെ പരിസരത്ത് കൂടെ എങ്ങാനും നടന്നു, എൻ്റെ ഭർത്താവിൻ്റെ പരിസരത്ത് കൂടെ എങ്ങാനും നടന്നു കഴിഞ്ഞാൽ അപ്പം തുമ്മാ നടന്നു. അതുകൊണ്ട് തന്നെ ഞാനത് എടുത്തില്ല. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബൂട്ട്സ് കുറേ ഉണ്ട്. ബൂട്ട്സ് നമ്മൾ കഴിഞ്ഞ അവിടെ ഒന്നും അധികം കണ്ടിട്ടില്ല അല്ലെ. ഞാൻ തന്നെ ബൂട്ട്സ് മേടിച്ചിട്ടുള്ളത് ആമസോണിന്നായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പക്ഷേ ബൂട്ട്സിൻ്റെ ഒരു പാറ്റേൺ അത്ര ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര പ്ലാന്നുള്ള ബൂട്ട്സ്, എനിക്കത് അത്ര ഇഷ്ടമല്ല. എനിക്ക് കുറച്ചും കൂടി ഒതുക്കമുള്ള ബൂട്ട്സ് ആണ് ഇഷ്ടം. അതായത് നമ്മുടെ ആങ്കിളിൻ്റെ അവിടെയൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി ഒരു ഒതുക്കം വരുമ്പോൾ കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതെങ്ങനെയാ വെച്ചാൽ സൈഡിൽ എലാസ്റ്റിക് പോലെയാണ് ഉണ്ടാവുക, അപ്പോൾ നമ്മൾ വലിച്ചു ചെയ്യണം. അപ്പോൾ ബൂട്ട്സ് നല്ലതാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു ടേസ്റ്റിന് പറ്റിയ ബൂട്ട്സ് ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ 999 രൂപയ്ക്ക് ആണ് കേട്ടോ നമുക്ക് കിട്ടുക. 999 റുപ്പീസിന് നല്ല അഫോർഡബിൾ ആണ്. അപ്പോൾ നമുക്ക് ഓൺലൈൻ ബൂട്ട്സ് മേടിക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കി മേടിക്കാവുന്നതാണ്. അപ്പോൾ ഈ ട്രാവലിംഗ് ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ നവംബർ ഡിസംബറിലൊക്കെ ഇങ്ങനെ നല്ല തണുപ്പ് ചില്ലായിട്ടുള്ള ടൈമാണ്. പല സ്ഥലങ്ങളിൽ നമ്മൾ യാത്ര പോകുമ്പോൾ വെച്ചാൽ കുറേ പേര് ജമ്മുവിലും മണാലിയും ഒക്കെ പോകാൻ പ്ലാൻ ചെയ്തിട്ടുള്ളവരുണ്ടാവും. പോയി അടിച്ചു വിളിക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല കളക്ഷൻ എടുക്കാനായിട്ട്. എനിക്ക് വേണ്ടതായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്തായാലും പോയി നോക്കൂ, കാണാൻ തന്നെ നല്ല രസമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത്തവണത്തെ കളക്ഷൻ. ഇപ്പോഴേ പൊക്കോളൂ, കാരണം കുറച്ച് കഴിയുമ്പോഴേക്കും തീർന്നു പോകാൻ ചാൻസ് ഉണ്ട്. വേറൊരെണ്ണം എനിക്ക് പറയാനുള്ള നല്ല സാറ്റിൻ ഷർട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. അത് അടിപൊളിയാണ്. നമുക്ക് ഈ ഒരു ടൈമിൽ, ക്രിസ്മസ് ടൈമിലാണെങ്കിലും അതല്ലെങ്കിലും നമുക്ക് സാറ്റിൻ ഷർട്ട്സ് ഭയങ്കര നല്ലതാണ്. അപ്പോൾ പല കളേഴ്സിലും അവൈലബിൾ ആണ്. ഞാൻ എടുത്തത് ഒരു പ്രത്യേകതരം കളർ, ഒരു ഡാർക്ക് ബേജ് അല്ല കേട്ടോ, കുറച്ചൊരു ഡാർക്ക് ടോണിലൊക്കെ വരുന്ന ഒരു ന്യൂഡ് ഷെയ്ഡിൽ വരുന്ന ഒരു സാറ്റിൻ ഷർട്ടാണ് ഞാൻ എടുത്തത്. ഗ്രീൻ ഉണ്ടായിരുന്നു, റെഡ് ഉണ്ടായിരുന്നു, അടിപൊളിയായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ക്രിസ്മസിന് സ്റ്റൈൽ ചെയ്യാനും അതല്ലെങ്കിൽ തന്നെ നമുക്കൊരു പാർട്ടി വൈബായിട്ട് സ്റ്റൈൽ ചെയ്യാനും, അതല്ലെങ്കിൽ ഒരു ചെറിയൊരു മീറ്റിംഗ് എന്ന് വെച്ചാൽ കാഷ്വൽ മീറ്റിംഗ് അങ്ങനെയൊക്കെ വരില്ലേ, അങ്ങനത്തേനൊക്കെ സ്റ്റൈൽ ചെയ്യാനൊക്കെ ഭയങ്കര നല്ലത്. ഇവൻറ്റ്സിന് ഇടാൻ നല്ലതാണ്. ഞാൻ യൂട്യൂബിൻ്റെ ഒരു ഇവൻറ്റിന് വൈറ്റ് സാറ്റിൻ ഷർട്ടും അതേപോലെ തന്നെ മറ്റേ ലുങ്കി മടക്കി കുത്തുന്ന സ്റ്റൈലിലുള്ള ഒരു പാവാടില്ല, അത് സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെയൊക്കെ നമുക്ക് ആ ഒരു രീതിക്ക് സ്റ്റൈൽ ചെയ്യാം. അതല്ലെങ്കിൽ ഈവൻ ഡെനിമിനൊപ്പം സ്റ്റൈൽ ചെയ്താലും നല്ലതാണ്. ബ്ലാക്ക് ട്രൗസേഴ്സിനൊപ്പം സ്റ്റൈൽ ചെയ്താൽ നല്ലതാണ്. ഇതിന്റെ പ്രൈസ് 599 രൂപയാണ്. അതിനിത് അടിപൊളിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ്, ലോല മെറ്റീരിയൽ ആണ്. പക്ഷെ ഈ ഒരു വിലയ്ക്ക് നല്ലതാണ്. നല്ല കളേഴ്സ് ഉണ്ട്. ഇത് മേടിച്ചോളൂ. ഇതാകുമ്പോൾ എന്താ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ സാധനം പല ബ്രാൻഡ്സും ഇറക്കുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ ഇത് മേടിച്ചാലും സുഡിയോ എന്നാണ് നമുക്കൊരു ഇതുണ്ടല്ലോ, എല്ലാവരും സുഡിയോന്ന് ഒരേ ടൈപ്പ് സാധനം ഇടണം എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടല്ലോ, അതുണ്ടാവില്ല. ഒരുവിധം ബ്രാൻഡ്സ് ഒക്കെ ഏകദേശം ഈ ഒരു ക്വാളിറ്റിയിലും അങ്ങനെയൊക്കെയാണ് ഇറക്കണത്. പക്ഷെ വില നന്നായിട്ടുണ്ടാവും. മീഷോന്ന് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു 199 റുപ്പീസിനോ അങ്ങനെ എന്തോ ആണ് സാറ്റിൻ ഷർട്ട് മേടിച്ചത്. പക്ഷെ അതൊരു 3 തവണ ഉപയോഗിച്ചപ്പോഴേക്കും നശിച്ചു പോയിട്ടോ. പക്ഷെ ഇത് കുറച്ചും കൂടി നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ നമുക്ക് എടുക്കാവുന്ന കേട്ടോ ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ടീഷർട്ട്സ്, ബ്ലാക്ക് പ്ലെയിൻ ആയിട്ടുള്ള ടീഷർട്ട്സ്, അതേപോലെ തന്നെ വൈറ്റ്, എല്ലാ കളേഴ്സിലുള്ളതുണ്ടല്ലോ. ഇങ്ങനത്തെ ടീഷർട്ട്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാഷ്വലി പുറത്തേക്ക് പോകുമ്പോൾ ജീൻസിനൊപ്പം ഇടാവുന്നതാണ്. എസ്പെഷ്യലി ബ്ലാക്ക് നല്ല ക്ലാസ് ലുക്കാണ്. നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ എന്താ ഇടേണ്ടതെന്നൊരു കൺഫ്യൂഷൻ ആണെങ്കിൽ ജീൻസും ബ്ലാക്ക് ടീഷർട്ടും ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇതെന്താ വെച്ചാൽ കുറച്ചുകൂടി ഇങ്ങനെ ഒരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ളതാണെങ്കിലും ഒരു പാറ്റേൺ വരുന്നതാണ് ഇതിൽ. അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കുറച്ചും കൂടി ഇങ്ങനെ ഫിറ്റ് ആയിട്ട് കിടക്കും നമ്മുടെ ബോഡിയിൽ. മറ്റേ ലൈക്ര ബനിയൻ ടൈപ്പ് ഉള്ളതില്ലേ, അതിനെക്കാട്ടിലും കുറച്ചും കൂടി കട്ടിയുള്ള ടൈപ്പാണ്. അപ്പം ഇങ്ങനത്തെ ഇഷ്ടമുണ്ടോ എന്ന് നോക്കൂട്ടോ. ഞാൻ സ്മോൾ സൈസിലാണ് മേടിച്ചിട്ടുള്ളത്. ഇപ്പം എൻ്റെ എക്സ്ട്രാ സ്മോൾ സൈസ് എന്ന് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ എക്സ്ട്രാ സ്മോൾ അല്ലെങ്കിൽ സ്മോൾ ഇട്ടാലും എനിക്ക് ഒരുവിധം നല്ല ഫിറ്റിങ്ങിൽ
കിട്ടുന്നുണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ക്ലോത്തിങ് ഓപ്ഷൻസ് വന്നു. നമുക്ക് ഈ എക്സ്ട്രാ സ്മോളും കുറച്ച് പാടാ കിട്ടാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ വില വന്നിട്ട് 399 രൂപ. അതിന് ഇത് അടിപൊളിയാണ് കേട്ടോ. നമുക്കിത് കുറേ കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം കഴുകി ഉപയോഗിക്കാൻ പറ്റും. അത് മാത്രമല്ല സ്റ്റൈലിങ്ങിലാണെങ്കിൽ സിമ്പിളാണ്. നമുക്ക് ജീൻസിനൊപ്പം ഇടാം, സ്കേർട്ടിനൊപ്പം ഇടാം, അങ്ങനെ നമുക്ക് ഈസിലി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അടുത്തത് ഇങ്ങനത്തെ സ്വെറ്റ് ഷർട്ട്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വില 599 രൂപയാണ്. അപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ട്രെയിനിലാണെങ്കിലും അതുപോലെ ഫ്ലൈറ്റിൽ പോകുമ്പോഴൊക്കെ നമുക്ക് നന്നായിട്ട് തണുക്കുമല്ലോ, അല്ലെങ്കിൽ ഈസിയുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ സിനിമ കാണാൻ പോകുമ്പോഴൊക്കെ നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ളതാണ്. എഗെയിൻ ജീൻസ്, സ്കേർട്ട് അതിൻ്റെ ഒക്കെ ഒപ്പം പെയർ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ലെങ്ത് പെർഫെക്റ്റ് ആണ്. വേസ്റ്റിൻ്റെ അവിടെ തൊട്ടിതാ ഇവിടെ ആയിട്ടാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് കിടക്കട്ടെ. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഇപ്പോഴത്തെ പാറ്റേണിൽ പോലെ തന്നെ ബാക്കിലാണ് പ്രിന്റ് വരുന്നത്. കണ്ടോ, ബാക്കിൽ നല്ല രസമായിട്ടുള്ള കുറേ പൂക്കളും കായ്ക്കളും ചെടികളും മരങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാവും. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിരിക്കും, എന്തെങ്കിലും ഒരു ചെറിയ റൈറ്റിംഗ് ഒക്കെ ഉണ്ടാവുള്ളൂ. നല്ല കളറല്ലേ, അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് കുറേ നന്നായിട്ട് യൂസ് ചെയ്യാം. ഞാൻ സ്റ്റുഡിയോയിൽ പോകുമ്പോൾ ഒന്നില്ലെങ്കിൽ ബേസിക്സ് എടുക്കും, വൈറ്റ് ഷർട്ട്, പിന്നെ പ്ലെയിൻ ആയിട്ടുള്ള ടീഷർട്ട്സ്, അല്ലെങ്കിൽ ഇതേപ്പോൾ എടുത്ത സാറ്റിൻ ഷർട്ട്, അതല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് കുറേ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഇങ്ങനത്തെ സ്വെറ്റ് ഷർട്ട്സ്, സ്വെറ്റർ ടൈപ്സ് അങ്ങനത്തെ എടുക്കും കേട്ടോ. അടുത്തത് ദേ നേരത്തെ പോലെ തന്നെയാണ്, പക്ഷെ എന്തൊരു സോഫ്റ്റാന്ന് പറയുന്നത്. ഭയങ്കര വെൽവെറ്റി ടെക്സ്ചറിലുള്ളതാണ്, വെൽവെറ്റി മെറ്റീരിയലിലുള്ളതാണ്. നല്ല സുഖമാണ് ഇടാനായിട്ട്. ഇത് നമുക്കൊന്ന് എക്സ്ട്രാ സ്മോൾ അവൈലബിൾ അല്ല കേട്ടോ. സ്മോൾ മുതൽക്കാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഇതിന് കളർ ഓപ്ഷൻസും ഉണ്ടായിരുന്നില്ല, ഈ ഒരു കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ നേരത്തെ കാണിച്ചതുണ്ടല്ലോ, അത് പല കളർ ഓപ്ഷൻസും അവൈലബിൾ ആണ് കേട്ടോ. അയ്യോ, ഇത് നല്ല സുഖമുണ്ട് കേട്ടോ ഇടാനായിട്ട്. എനിക്കിത് ഇങ്ങനെ ഇട്ട് നോക്കിയപ്പോൾ തന്നെ നല്ല ഇഷ്ടം. ഞാൻ അവിടെ ട്രയലിൽ പോയില്ല കേട്ടോ. ഞാൻ രാവിലെ സമയത്താണ് സ്റ്റുഡിയോയിൽ പോകുള്ളൂ. അപ്പോൾ പൊതുവേ തിരക്ക് ഭയങ്കര കുറവായിരിക്കും. ഒരു 10 മണി 11 മണിക്കൊക്കെയാണ് ഞാൻ സ്റ്റുഡിയോയിൽ പോവുക. അതും ഇട ദിവസം പോവും, വീക്കെൻഡ്സിൽ പോവാറില്ല. വെറുതെ എന്തിനാണ് നമ്മൾ തിക്കും തിരക്കും ബഹളത്തിൽ നിൽക്കണത്. അത് ഞാൻ നോക്കി എനിക്ക് വേണ്ടത് എടുക്കും. ട്രയൽ റൂമിൽ പോക്കൊക്കെ കുറവ്, മടി എനിക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാനായിട്ട്. ഇപ്പം ഞാൻ ഇട്ട് കാണിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ എനിക്ക് നല്ല സുഖമായിട്ട് തോന്നിയിട്ട്. നമുക്ക് എഗെയിൻ ഇങ്ങനെ തണുപ്പുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ, തണുപ്പുള്ള വെച്ചാൽ ബേസിക്കലി AC ഉള്ള ഇതുണ്ടല്ലോ, അങ്ങനത്തേനൊക്കെ ഇത് നല്ലതാണ്. നല്ല സോഫ്റ്റാണ്, ഭയങ്കര കംഫർട്ടബിളാണ്. ഇതെന്തായാലും മേടിച്ചോളൂ കേട്ടോ, സൂപ്പറാണ്. ഇതിൻ്റെ വില 499 രൂപ കേട്ടോ. അടുത്തത് ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു പാറ്റേൺ ആണ്. സിമ്പിളായിട്ടുള്ള ഒരു ജാക്കറ്റാണ്, ഷിഫോൺ മെറ്റീരിയൽ ഉള്ളതാണ്. ഇത് നമുക്ക് ജീൻസ്, പ്ലെയിൻ ബ്ലാക്ക് നമ്മൾ ടോപ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ മീതെ ജാക്കറ്റായിട്ട് പെയർ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ സെൽവാറിൻ്റെ കൂടി ഇടാം. പ്ലെയിൻ ബ്ലാക്ക് സെൽവാർസ് ഒക്കെ ഉണ്ടാവുമല്ലോ, പാൻസും ടോപ്പും പ്ലെയിൻ ആയിട്ടുള്ളതുണ്ടെങ്കിൽ അതിൻ്റെ മീതെ ഇടാവുന്നതാണ്. അപ്പം അങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് രീതിയിൽ യൂസ് ചെയ്യാവുന്നൊരു നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ. അത് എനിക്കിഷ്ടപ്പെട്ടു. ഇതിൻ്റെ വില വന്നിട്ട് 599 രൂപയാണ്. നല്ലൊരു ഡിഫറെൻറ്റ് പാറ്റേൺ ആണിത്. ഇതിൻ്റെ കളർ ഓപ്ഷൻസും അതുപോലെ ഇതൊന്നും അവൈലബിൾ അല്ല, ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ. നല്ലതാണ്. ഇത് കുറച്ചൊരു കസ്റ്റമൈസ്ഡ് ലുക്ക് ഉണ്ട് അല്ലേ, അധികം അങ്ങനെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നതല്ല. ഇത് കൂടാണ്ട് ഒരുപാട് ഡ്രസ്സസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്രസ്സൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ കുറേ പേരുടെ കയ്യിൽ സെയിം സാധനം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റുഡിയോയിൽ പോകുമ്പോൾ അങ്ങനത്തെ എടുക്കാറില്ല, ഡ്രസ് ടൈപ്പ് എടുക്കാറില്ല. പകരം ഇങ്ങനെ കുറച്ച് അങ്ങനെ അധികം എടുക്കാത്ത ടൈപ്പ്, ആളുകൾ എടുക്കാത്ത ടൈപ്പ്, അതല്ലെങ്കിൽ ബേസിക്സ്, അത് രണ്ടുമാണ് ഞാൻ കൂടുതൽ എടുക്കുന്നത്. അത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ഒരു കുഴപ്പമില്ല, ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഇപ്പോൾ വേറെ ആളുടെ കയ്യിലുണ്ട് വെച്ചിട്ട് എന്താണ് കുഴപ്പം, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് പ്രശ്നം, എനിക്ക് കൂടുതൽ ഇഷ്ടം എങ്ങനെയാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അണ്ടർ ഗാർമെൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ സ്റ്റുഡിയോയിൽ അണ്ടർ ഗാർമെൻറ്റ്സ്. ഭയങ്കര നല്ല, എസ്പെഷ്യലി എനിക്ക് പുഷപ്പ് ബ്ര ഭയങ്കര ഇഷ്ടമാണ്. കാരണം ശരിക്കും നല്ലൊരു പുഷപ്പ് ബ്ര തന്നെയാണ് കേട്ടോ ഇത്. അത്യാവശ്യം നല്ല കട്ടിയായിട്ട് പാഡഡ് ആയിട്ടുള്ള പുഷപ്പ് ബ്രാസ് വേണമെങ്കിൽ നല്ല ഓപ്ഷനാണ്. ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഇടുന്നത് വളരെ ലൈറ്റ്ലി, ഭയങ്കര ലൈറ്റ് പാഡഡ് ഉണ്ടാവില്ല, അതും സ്റ്റുഡിയോയിൽ കിട്ടും. അത് വളരെ നല്ലതാണ്. അതല്ലെങ്കിൽ നമുക്ക് സെൽവാസ് ഒക്കെ ഇടുമ്പോൾ, അല്ലെങ്കിൽ സാരി ബ്ലൗസസ് അങ്ങനെയാകുമ്പോൾ പാഡഡ് അല്ലാത്ത ബ്ലൗസസ് ഒക്കെയാണ് നമുക്ക് ആ കറക്റ്റ് ഇങ്ങനെ ഫിറ്റിങ്ങിൽ വേണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ പുഷപ്പ് ബ്ര ഭയങ്കര നല്ലതാണ്. എല്ലാവർക്കും വേണമെന്നില്ല, ഞാൻ സ്മോൾ ബസ്റ്റഡ് ആയിട്ടുള്ള ആളാണ്, അപ്പോൾ എനിക്ക് പുഷപ്പ് ബ്ര നന്നായിട്ട് വർക്ക് ആവാറുണ്ട് കേട്ടോ. പിന്നെ കംഫർട്ടബിളാണ് പുഷപ്പ് ബ്ര ഇട്ട് വെച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ഈ സുഡിയോൻ്റെ നല്ലതാണ്. എനിക്ക് സിവാമയാണ് ഏറ്റവും ഇഷ്ടം, പക്ഷെ അത് കഴിഞ്ഞാൽ എനിക്ക് സുഡിയോ നല്ല ഇഷ്ടമാണ്. കമ്പാരിറ്റീവ്ലി സുഡിയോൻ്റെ കുറേ കൂടി അഫോർഡബിളും ആയിട്ടും അതേപോലെ തന്നെ നന്നായിട്ട് വർക്കിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇതിൻ്റെ വില 499 രൂപ. പുഷപ്പ് ബ്ര നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ വാഷിംഗ് മെഷീനിലിട്ട് കുറേ കഴുകിയിട്ട്, പക്ഷേ ഇതല്ല കേട്ടോ, ഇതിനെക്കാളും മുന്നേ ഞാൻ മേടിച്ചിട്ടുള്ളത് ഒരു 2 വർഷമായിട്ടൊക്കെ ഉപയോഗിക്കണമെന്നുണ്ട്. ഇതുവരെയും കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. ഇതിൻ്റെ പുഷപ്പ് ബ്ര നമ്മൾ അത്ര റെഗുലർ ബേസിസിൽ യൂസ് ചെയ്യില്ലല്ലോ, കാരണം ഇങ്ങനെ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡ്രസ്സസിനല്ലേ ഇത് ആവശ്യമുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഇത് ലാസ്റ്റ് ചെയ്യും കേട്ടോ. ട്രൈ ചെയ്യാവുന്നതാണ്. ന്യൂഡ് ഷെയ്ഡ്സ് ഉണ്ട്, പല പല കളേഴ്സ് ഉണ്ട്. അതുപോലെ അണ്ടർ ഗാർമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ 199 രൂപ 299 രൂപയ്ക്കുള്ള ബേസിക്
അണ്ടർവെയർസ് ഒക്കെ ഉണ്ടല്ലോ, അതും നല്ലതാണ് കേട്ടോ. പിന്നെ ഇമ്മക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചത് ഒന്ന് ഈ ഒരു കോട്ട് സെറ്റ് പോലെയുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് പാൻറ്റിന് 499 രൂപയാണ്. പോക്കറ്റ് ഉണ്ടോ? ഉണ്ടടാ, ഇറ്റ് ഹാസ് പോക്കറ്റ്സ്. അപ്പോൾ ഇങ്ങനൊരു സിമ്പിളായിട്ടുള്ള പാൻസ് യാത്ര പോകുമ്പോഴൊക്കെ ഇടാനായിട്ട് ഭയങ്കര നല്ലതാണ്. ടോപ്പ് നോക്കുകയാണെങ്കിൽ ഫുൾ സ്ലീവ്സ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ടോപ്പ്, ബനിയൻ ടൈപ്പ് ടോപ്പ് അല്ലേ, നല്ലതല്ലേ ഇമു? ഗ്രേ. ഇതിന് വലിയ കളർ ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കിഡ്സിൻ്റെ ഉണ്ടല്ലോ, എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ, 7 to 8 ഒന്നും ഞാൻ അധികം ഓപ്ഷൻസ് കണ്ടില്ല. പക്ഷെ കുഞ്ഞു പിള്ളേർക്ക് നിറയെ പാർട്ടി വെയർസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇടുമെന്ന് അറിയില്ല കേട്ടോ, പിള്ളേർക്ക് ഇപ്പോൾ അതൊന്നും ഇഷ്ടമല്ലല്ലോ. ഇപ്പോൾ നല്ല കുറേ കാലങ്ങളായിട്ട് കുട്ടികൾക്ക് ആർക്കും ഇതിഷ്ടമല്ല, പാർട്ടി വെയർസ് ഒന്നും ഇഷ്ടമല്ല. പക്ഷെ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മളിങ്ങനെ അമ്മമാരൊക്കെ അടിച്ച് ഇടിപ്പിച്ച് കൊണ്ടുപോകല്ലോ. ഇപ്പോൾ പിന്നെ നമ്മൾ ജനറൽ പാരൻറ്റിങ് ആയതുകൊണ്ട് അധികം ഒന്നും നിർബന്ധിക്കാതെ കാരണം എനിക്ക് തോന്നുന്നതിൻ്റെ ആവശ്യമില്ല. അവർക്ക് എന്താ ഇഷ്ടമുള്ള വെച്ചാൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടാൻ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ഇട്ടോട്ടെ. ഫങ്ഷൻസിനൊക്കെ ശരി, നമുക്കൊരു മോഹം ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ കാണാനായിട്ട്. അങ്ങനെയൊക്കെ നമുക്ക് പിന്നെയും പട്ടുപാവാടി അങ്ങനെ ചെറിയ രീതിയിൽ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടാലും കുഴപ്പമില്ല. പക്ഷേ കാഷ്വലി ഒക്കെ പുറത്തേക്ക് പോകുമ്പോൾ ഈ കുത്തണ ഉടുപ്പൊക്കെ ഇട്ട് പോകുന്ന വലിയ കഷ്ടമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഇടുകയാണെങ്കിൽ അത് തന്നെയായിരിക്കും കേട്ടോ നല്ലത്. പിന്നെ അടുത്തത് ഇങ്ങനത്തെ ബോക്സി ടീഷർട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര ലൂസായിട്ടുള്ള ടീഷർട്ട്സാണ്, നല്ല രസമുള്ള പ്രിൻസാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വില 179 രൂപയാണ്. ഇതൊക്കെ നല്ലതാണ്, പിള്ളേർക്ക് കുറേ നാൾ ഉപയോഗിക്കുകയും ചെയ്യാം, കഴുകി ഉപയോഗിക്കാം, പിന്നെ അതിന് ശേഷം വീട്ടിലിടുകയൊക്കെ ചെയ്യാം. പിന്നെ ടൈറ്റ്സ് ഉണ്ട്, ഇതിൻ്റെ പ്രൈസ് 249 രൂപ കേട്ടോ. ഇതിൽ പിന്നെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊന്നുമില്ലല്ലോ, ആ പ്രൈസിലുള്ളത് തന്നെയല്ലേ. ചില സമയത്ത് ഡിസ്കൗണ്ട് വരും, പക്ഷേ ആ വരണ സമയത്ത് തന്നെ പോകണം. ഞാൻ പോയിരിക്കണത് ഇപ്പോൾ ഈ സുഡിയോ, തൃശ്ശൂരുള്ള സുഡിയോ ആണ്. എടാ പക്ഷെ എവിടെയാണ് ഈ സുഡിയോ? ഫിറ്റ്നസ് സോണിൻ്റെ താഴെ. അപ്പോൾ അത് അശ്വിനി ജംഗ്ഷനാണ് കേട്ടോ. എനിക്കിപ്പോഴും സ്ഥലങ്ങൾ അത്രയും എനിക്ക് നല്ല പോയി പരിചയമുണ്ട്, ഇല്ല എന്നുള്ളതല്ല, പക്ഷെ എനിക്കങ്ങനെ കറക്റ്റ് സ്ഥലങ്ങൾ പറയാൻ എനിക്ക് അത്ര അറിയണില്ല. അപ്പോൾ അശ്വിനി ജംഗ്ഷനിലുള്ള സുഡിയോ ആണ്, നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും പെയർ ചെയ്യാം എന്നുള്ള രീതിയിലാണ് കേട്ടോ മേടിച്ചേ. പിന്നെ ഈ മൂന്നൊരു കൊറിയൻ വൈബിലുള്ളൊരു ടോപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഭയങ്കര ഭയങ്കര പീക്കിൽ ടോപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് സൈസ് വലുത് നോക്കിയെടുത്തു. 9 to 10 ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. 7 to 8 നോക്കി ഭയങ്കര ചെറുത്, അപ്പോൾ ഞാൻ 9 to 10 എടുത്തു. രസമുണ്ടല്ലേ ഇത്? എനിക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു. രസമുണ്ടോടാ? ഉണ്ടെന്ന് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ഇത്തവണ ഞാൻ എടുത്തതൊക്കെ ഇമ്മക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാഷ്വൽസ് ഒക്കെ പിന്നെ ഇമ്മയ്ക്ക് ഇഷ്ടമാണ്, അങ്ങനെ കുഴപ്പമില്ല. അവൾക്ക് ഇങ്ങനെ ബനിയൻ മെറ്റീരിയൽ അങ്ങനെ മാത്രമേ പറ്റുള്ളൂ എന്നാണ്. ഈവൻ കോട്ടൺ പോലും ഇഷ്ടമല്ല. പിന്നെ എപ്പോഴും പാൻറ്റും ടോപ്പുമാണ് ഇഷ്ടം. ഉടുപ്പ് ഇഷ്ടമല്ല, ഷോർട്ട്സ് ഇഷ്ടമല്ല, പിന്നെ ഇങ്ങനെ വള്ളിയുള്ള ഡ്രസ്സുകളൊന്നും ഇഷ്ടമല്ല. ഒക്കെ ഇങ്ങനെ ഫുൾ കവർ ചെയ്ത് അങ്ങനത്തെ ബനിയൻ മെറ്റീരിയൽ മാത്രമേ ഇഷ്ടമുള്ളൂ. ബിക്കിനി ഇഷ്ടമാണോ? ഫുൾ കവറേജ് മാത്രമല്ല, ഇമ്മയ്ക്ക് ബിക്കിനി ഇഷ്ടമാണെന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം പിന്നെ ഇത് ലാസ്റ്റ് വൺ കേട്ടോ. ഇത് ഞാൻ ബോയ്സിൻ്റെ സെക്ഷൻ എന്നാണ് എടുത്തത്. എനിക്ക് കണ്ടപ്പോൾ രസമായിട്ട് തോന്നി. ഇതൊരു സിമ്പിൾ ഷർട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ജാക്കറ്റ് പോലെയൊക്കെ ഇടാനായിട്ട് ഇത് നല്ലതല്ലേ. അപ്പോൾ ഇമ്മയുടെ കയ്യിൽ ഓൾറെഡി കുറേ ക്രോപ്പ് ടോപ്സും ജീൻസും പാൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ജസ്റ്റ് ഇങ്ങനെ ജാക്കറ്റായിട്ട് ഇട്ടാൽ രസമായിട്ട് തോന്നും. പിന്നെ ഒരു ക്രിസ്മസ് വൈബില്ലേ ഈ ഒരു ഷർട്ടിൻ്റെ ആ ഒരു ചെക്ക് പാറ്റേൺ, അങ്ങനെ രസമായിട്ട് തോന്നിയിട്ടാണ് ഞാൻ മേടിച്ചത്. നല്ല സുഖമാണ് കേട്ടോ ഇടാനായിട്ട്. അപ്പോൾ ഇത്തവണ സുഡിയോ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അതും തൃശ്ശൂരത്തെ സുഡിയോ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ശരിക്കും ഞാൻ എവിടെയൊക്കെ പോയിട്ടുണ്ട്, കൊച്ചി സുഡിയോ പോയിട്ടുണ്ട്, തൃശ്ശൂരത്തെ എല്ലാ സുഡിയോയിലും പോയിട്ടുണ്ട്, പാലക്കാട്ടത്തെ എല്ലാ സുഡിയോയിലും പോയിട്ടുണ്ട്. അതെല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാലക്കാട്ടത്തെ സുഡിയോ ആണ് കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, പാലക്കാട് സുഡിയോയിൽ നല്ല കളക്ഷൻസ് ഫീൽ ചെയ്യാറുണ്ട്, അതും വ്യത്യാസവും ഫീൽ ചെയ്യാറുണ്ട്. കുറേ ഐറ്റംസ് സിമിലർ ഉണ്ട്, പക്ഷെ എന്നാലും കുറച്ച് വേറെ ഐറ്റംസും കൂടി അവിടെ ഉള്ളതുപോലെ എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്. ഈ പോയാൽ ഇനി എനിക്ക് വേറെ സ്ഥലങ്ങളിൽ പോകുമ്പോഴും സ്റ്റുഡിയോയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഗോവയിൽ ഉണ്ടായിരുന്നു തോന്നുന്നു, പക്ഷെ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് അത് ദൂരെയായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഇത്തവണ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്നലെയാണ് ഞാൻ പോയത്. ഇന്നലെ വരെ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. എന്തായാലും പറ്റിച്ചാൽ പെട്ടെന്ന് തന്നെ പോയി വേണമെങ്കിൽ ഒന്ന് നോക്കിയിട്ട് നമുക്ക് പറ്റണതാണെങ്കിൽ എടുത്ത് വെക്കാവുന്നതാണ്. നമുക്ക് പറഞ്ഞ പോലെ എന്തെങ്കിലും തണുപ്പ് സ്ഥലത്ത് പോകേണ്ട ആവശ്യമുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഉപകരിക്കും. വിലയും കുറേ കൂടി റീസണബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ.
അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അങ്ങനെ ഈ സുഡിയോ ഹോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലും ഇത്തവണ സുഡിയോയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതേ ഒരു ആഴ്ചയിൽ സുഡിയോയിൽ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് എന്തായാലും പറയണം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളവർക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആവുമല്ലോ. അപ്പോൾ ലവ് യു ഓൾസോ സോ മച്ച്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.